സിരകളിലെ ചോരയുടെ നിറം ചുവപ്പല്ല കാക്കിയാണ് എന്ന് പ്രഖ്യാപിച്ച് പോലീസാകാൻ ഇറങ്ങി നിരവധി യുവതികളുണ്ട് നമുക്ക് ചുറ്റും. പക്ഷേ പഠിച്ച് റാങ്ക് പട്ടികയിൽ ഇടം നേടിയ 675 പെൺകുട്ടികളുടെ ജീവിതം ഇപ്പോൾ പെരുവഴിയിലാണ്. ഏപ്രിൽ 19 കാലാവധി കഴിയുന്ന പട്ടികയിൽ വിശ്വാസമർപ്പിച്ച സലീനയെ പോലെ നിരവധി പേരാണ് പോരാടുന്നത്. ഇത് വല്ലാത്തൊരു കാലമാണ്. സർക്കാരിന് വേണ്ടി നിയമനം നടത്തുന്ന PSCയുടെ ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങൾ ശമ്പളവും ആനുകൂല്യവും നൽകി സർക്കാർ സുരക്ഷിതരാക്കി. വിരോധാഭാസം എന്താണെന്നോ, ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുറെ ഉദ്യോഗാർത്ഥികൾ ജോലിക്കായി കൈനീട്ടി നിൽപ്പുണ്ട്. നമ്മുടെയൊക്കെ രക്തത്തിന്റെ കളർ എന്താ റെഡ് ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് കാക്കി തന്നെയാണ്. അത്രയ്ക്ക് ജീവനാണ് എനിക്ക്. എൻ്റെ വാപ്പ ഒരു തടി മുറിക്കുന്ന ഒരാളാണ്. ഉമ്മ തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ട്. പേഴുമൂട് വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി എൻ്റെ വാപ്പാക്ക്. പണ്ട് ചെയ്തിരുന്ന പോലെയുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ വാപ്പായും ഉമ്മായും ജോലിക്ക് വിടാതെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞതാ, കരയരുത്, നമ്മൾ വീണു പോകരുത്. പക്ഷെ എൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോയതാ. ഉമ്മാ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്ന രാവിലെ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് എൻ്റെ ഉമ്മ, വാപ്പ, ഞാൻ. ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. പ്രായമായ മാതാപിതാക്കൾ അടങ്ങിയ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് സലീന. ജീവിക്കാനായി ഒരു ജോലിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോഴും വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മറക്കാനാകില്ലല്ലോ. പെയ്തു തീരാത്ത സ്വപ്നം പോലെ. രോഗിയായ ഭാര്യ, 3 കുട്ടികൾ, ജീവിക്കാൻ മതിയായ വരുമാനം ലഭിക്കാത്ത ഒരു ജോലി. അച്ഛനറിയാം ഈ ഇതുകൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. മുന്നോട്ട് പോകുന്ന കുടുംബത്തിലെ ഒരു വരുമാനം എൻ്റെ ട്യൂഷനാണ്. ഒരു ട്യൂഷൻ കൊണ്ട് മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം വന്ന സമയത്താണ് ഞാൻ PSCയിലോട്ട് ഇറങ്ങുന്നത്. അക്രോസ് ദി സ്കൈ. ഡൗട്ട് ഉണ്ട് ചോദിക്കണേ. എന്ത് ചെയ്യായിരുന്നു നിങ്ങളിത്? ചെറിയ ചെറിയ ലെക്ചർ നോട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഇത് മാത്രമല്ല, ഞാനൊരു സ്കൂൾ വണ്ടിയിലെ ആയയും കൂടെയാണ്. രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകും. വീടെത്തുന്നത് 5:30-ക്കാണ്. ഒരു 6 മണി തൊട്ട് ഒരു 9 മണി വരെ എല്ലാവരും പഠിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പഠിക്കാതിരിക്കും. അങ്ങനെ ഇരുന്ന് ഒരു 3 മണി വരെ. എൻ്റെ ഉമ്മ പറയും, നിനക്ക് ഉറങ്ങിക്കൂടെ, തലവേദന എടുക്കും. പക്ഷെ ഉമ്മാക്ക് ഇഷ്ടമാണ്. ഉമ്മാക്ക് പല ജോലികളാണെങ്കിലും ഉമ്മാക്ക് പോലീസ് ഇഷ്ടമാണ്. ഉമ്മാക്ക് പോലീസ് ഇഷ്ടമാണ്. അനിയത്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഞാൻ ഇരിക്കുമ്പോഴും റോഡിലൂടെ നടക്കുമ്പോഴും ചിലർ പറയും, പോലീസിനൊക്കെ എഴുതണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ലിസ്റ്റിൽ വന്നു WCP 700-ന് മുകളിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്കൊന്നും കുഴപ്പമൊന്നുമില്ല, കണ്ണടച്ചെങ്കിൽ ഇരുന്നാൽ മതി. ഒരു ജൂലൈ അല്ലെ ഓഗസ്റ്റ് ഡിസംബർ നമ്മൾ പോവും, ക്യാമ്പിനൊക്കെ പോവും. ഞാൻ തന്നെ അങ്ങ് ഇമാജിൻ ചെയ്ത് ഞാൻ തന്നെ. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ പറയും, ഇവരെ പാരൻസിനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡിസംബർ കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ട്യൂഷൻ നോക്കിക്കോണം, ഞാൻ കാണില്ല. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കഴിയും തോറും എന്താ പറയുക, ഒരിടം എത്താത്തതുപോലെ. ഇത് വേണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലാണ് ഞാനിപ്പോൾ സമരത്തിനൊക്കെ പോകുന്നത്. കാരണം പ്രാവശ്യം മാത്രം 232 വേഗം, അതായത് ഫ്രഷ് തന്നിട്ടുള്ളൂ. എടുത്തതിൽ വെച്ച് ഏറ്റവും ചെറിയ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ ഏറ്റവും വലിയ കട്ട് ഓഫ്. സർക്കാരിൽ എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ അവർ കനിയണം. ഈ 19-ാം തീയതി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അവളെ ഒരിതിന് വേണ്ടി കനിഞ്ഞ് നമുക്കൊരു ജോലി കൊടുത്താൽ കണ്ടും മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുന്ന പ്രതീക്ഷയുണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. സലീനയെ പോലുള്ളവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് സർക്കാരിനെ തോൽപ്പിക്കാനല്ല, ജീവിതത്തിൽ അവർ തോറ്റുപോകാതിരിക്കാനാണ്. അവരെ സർക്കാർ തന്നെ കൈപിടിക്കണം. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.